ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൽഗോണ കോഫീൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്പിച്ചിനോൻ്റെ റെസിപ്പി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം ഇതിന് വേണ്ടത് കോഫി പൗഡറാണ്. ഞാൻ ബ്രൂ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നല്ലോണം വേണ്ടവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് വിസ്കോ ബീറ്ററോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തവി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. തവിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കൂ. നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ ക്രീം ഒരു 10-15 മിനിറ്റ് ഇളക്കിയപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഞാൻ ആദ്യം ചെയ്യുന്നത് ഡാൽഗോന കോഫിയാണ്. ഇതൊരു ഇറ്റാലിയൻ സ്വീറ്റ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഞാനൊരു കപ്പ് തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പാലിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ നിൽക്കൂ, താഴോട്ട് ഇറങ്ങി പോകുന്നില്ല. ഇനി ഓരോരുത്തരെയും ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാപ്പിച്ചിനോ ആണ്. ക്യാപ്പിച്ചിനോക്ക് ഇതേ ക്രീം വെച്ചിട്ട് തന്നെയാണ് ക്യാപ്പിച്ചിനോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പം നമ്മളെ ക്യാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.